നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും സയൻസിനെ പറ്റിയാണ്. എന്നാൽ ഇത് എൻ്റെ മാത്രം സ്വന്തം വാക്കുകളല്ല. ലോകം മുഴുവൻ അംഗീകരിച്ച, ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിച്ച ഒരു പുസ്തകത്തിലെ സമ്പത്തിനെ പറ്റിയുള്ള, അല്ലെങ്കിൽ പണത്തെ തേടി നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് പകരം നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ പണം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നതിനുള്ള ലളിതമായ രഹസ്യ വിദ്യയെ പ്രതിപാദിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഈ രഹസ്യവിദ്യ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ ചെയ്തവരാരും ഇതേവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു വെറും വാക്കല്ല, ഇതൊരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ മാത്രം വളരെ അനായാസകരമായി പണം വാരിക്കൂട്ടുന്നത്? യാതൊരു വിധത്തിലുള്ള കഠിനാധ്വാനവും ചെയ്യാതെ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു? എന്നാൽ മറുവശത്ത് രാവിലെ എഴുന്നേറ്റ് രാവന്തിയോളം കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ലോകത്തെമ്പാടും. പക്ഷെ അവർക്കിപ്പോഴും കടബാധ്യതകളും കഷ്ടപ്പാടുകളും മാത്രമാണ് മിച്ചമായിട്ടുള്ളത്. ഇതെന്താണ് ഇങ്ങനെ? ഇതൊരു ഭാഗ്യത്തിൻ്റെ കളിയാണോ അതോ വിധിയാണോ? പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലളിതമായ ഉത്തരം. ആരെങ്കിലും ഇത് വിധിയാണ്, ഭാഗ്യത്തിൻ്റെ കളിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആ കാഴ്ചപ്പാട് ഇപ്പോൾ തന്നെ, ആ ധാരണ ഇപ്പോൾ തന്നെ മായിച്ചു കളഞ്ഞോ എങ്കിൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു എന്നാണ് അതിനർത്ഥം. ഇതിൻ്റെ രഹസ്യം കിടക്കുന്നത് പുറം ലോകത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനുള്ളിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദി പവർ ഓഫ് ദി സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ പറഞ്ഞ അത്ഭുതകരമായ ആ രഹസ്യ വിദ്യയെ പറ്റിയാണ്. വെറും 2 വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ലളിതമായ ഒരു ചിന്താ ശൈലി കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക വിധി മാറ്റി എഴുതാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം അല്ലെങ്കിൽ സമൃദ്ധി ഒഴുകിയെത്തണമെങ്കിൽ, പണം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു സാധാരണ മോട്ടിവേഷണൽ വീഡിയോ അല്ല, മറിച്ച് ഇതൊരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് സെഷനാണ്. നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിക്കായി ഒരുക്കിയെടുക്കുന്നതിനുള്ള ശാസ്ത്രീയമായ വഴി കണ്ടെത്തലാണ്. ഡോക്ടർ ജോസഫ് മർഫിയുടെ വാക്കുകളെ തന്നെ കടമെടുത്തു പറഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലും ഓരോ അക്ഷയമായ നിധി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന്. പക്ഷേ വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രം ആ നിധിയെ കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആ നിധിയെ കണ്ടെത്താൻ കഴിയാതെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജനിച്ചും മരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇതൊരു വെറും പറച്ചിലല്ല, മറിച്ച് ഇതൊരു ശാസ്ത്ര സത്യമാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിന് 2 വശങ്ങളുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്, പഠിച്ചിട്ടുള്ള വിഷയമാണ്. കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധമനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് എന്നുള്ളത്. അതിൽ നമ്മളുടെ മനസ്സിൻ്റെ 95% പവർഫുള്ളായ സബ് കോൺഷ്യസ് മൈൻഡും വെറും 5% മാത്രമാണ് കോൺഷ്യസ് മൈൻഡും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ മർഫി പറയും പോലെ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം ഒരു വലിയ കപ്പലാണ് എന്ന് കരുതുക. ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ 5% വരുന്ന കോൺഷ്യസ് മൈൻഡാണ്, ബോധമനസ്സാണ്. ആ ക്യാപ്റ്റനായ നിങ്ങൾ കപ്പലിൻ്റെ ബ്രിഡ്ജിലിരുന്ന് നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇടത്തേക്ക് തിരിയട്ടെ, വലത്തേക്ക് തിരിയട്ടെ, നേരെ പോട്ടെ, സ്പീഡ് കൂട്ടൂ കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ശരിക്കും കപ്പലിനെ ചലിപ്പിക്കുന്നത് ആരാണ്? അത് മറ്റാരുമല്ല, കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള എൻജിൻ റൂമിലുള്ള ജീവനക്കാരാണ്. അവരാണ് കാര്യങ്ങൾ നടത്തുന്നത്. ക്യാപ്റ്റൻ നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ജീവനക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് എന്ന് തിരിച്ചറിയുക.
എന്ന് വെച്ചാൽ ആ ജീവനക്കാർ മറ്റൊന്നും അറിയുന്നില്ല, മറ്റൊന്നും ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ അഥവാ നിങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപോലെ അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിൽ ക്യാപ്റ്റൻ പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്യേണ്ട ജോലി ആ ജീവനക്കാർക്കില്ല എന്ന് തിരിച്ചറിയണം. ക്യാപ്റ്റൻ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതേപടി അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമാണ് ആ എഞ്ചിൻ റൂമിലിരിക്കുന്ന ജീവനക്കാർ ചെയ്യുന്നത്. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങൾ എപ്പോഴും സ്വയം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നു, സ്വയം പറയുന്നു, എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നേയില്ല എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ക്യാപ്റ്റനായ നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അടിത്തട്ടിലുള്ള നിങ്ങളുടെ ജീവനക്കാർ അതേപോലെ ഏറ്റെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വിവേചന ബുദ്ധി ഇല്ലാത്ത നിങ്ങളുടെ ഉപബോധ മനസ്സ് അതൊരു ഉത്തരവായിട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അത് മറു ചോദ്യങ്ങളൊന്നുമില്ലാതെ അത് നടപ്പിലാക്കി തരികയും ചെയ്യുന്നു. ശരി ക്യാപ്റ്റൻ, അങ്ങേക്ക് ദാരിദ്ര്യം തരാം, അങ്ങേക്ക് കടബാധ്യത ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അതിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശ അറിയില്ല, ശരിതെറ്റുകൾ വേർതിരിച്ചറിയാൻ കഴിയില്ല, നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. പകരം നിങ്ങൾ അവിടെ എന്താണോ വിതയ്ക്കുന്നത് അത് 100 മേനിയായി തിരിച്ചു തരാൻ മാത്രമേ അതിന് കഴിയൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ദാരിദ്ര്യമാണ് വിതയ്ക്കുന്നതെങ്കിൽ 100 ഇരട്ടി ദാരിദ്ര്യം തിരിച്ചു തരും. സമൃദ്ധിയാണെങ്കിൽ അതും 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ്. സമ്പത്ത് എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഫലമല്ല, മറിച്ച് അതൊരു മനോഭാവത്തിൻ്റെ ഫലമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ പ്രശ്നവും. എന്നിട്ടോ തലകുത്തി മറിഞ്ഞിട്ടും സമ്പത്തുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലതാനും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ശാരീരികമായി അധ്വാനിക്കുമ്പോഴും നിങ്ങൾ മാനസികമായി ദാരിദ്ര്യത്തിലാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ മൈൻഡ് സെറ്റാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓരോ രൂപയും ചെലവഴിക്കും തോറും ആകുലപ്പെടുന്നു, എൻ്റെ കാശെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതും കൂടി തീർന്നാൽ എൻ്റെ കാര്യം തീർന്നു എന്ന് ഭയപ്പെടുന്നു. ഈ ഭയമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്ന ശക്തമായ സന്ദേശം. എനിക്ക് ഒന്നുമില്ല, എൻ്റെ കാശൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. മനസ്സിൽ ഇല്ലായ്മയും ഭയവും കുത്തിനിറച്ച് പണത്തിന് പുറകെ പോകുമ്പോൾ പണം കൂടുതൽ അകന്നകന്നു പോകുന്നു എന്നുള്ളതാണ്. അതിനു പകരം മനസ്സിനെ ശാന്തമാക്കി സമൃദ്ധിയുടെ ചിന്തകൾ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എങ്ങനെയാണ് ഈ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ചിന്ത നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുക? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 വാക്കുകൾ പ്രസക്തമാകുന്നത്. ആ 2 വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിനെ, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു മാന്ത്രിക വിദ്യയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുള്ള, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ബാങ്ക് പോലെയാണ്. അതിലേക്ക് എന്ത് നിക്ഷേപിക്കുന്നോ അതേ നിങ്ങൾക്ക് അവിടുന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു. എന്നാൽ ഇനി നമുക്ക് നിക്ഷേപിക്കാനുള്ളത് സമൃദ്ധിയും വിജയവുമാണ്. അതിനുള്ള രഹസ്യ വിദ്യയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. പലരും പല വിധത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ട്, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകളുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഞാൻ കോടീശ്വരനാണ്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട് എന്നൊക്കെ ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കാറുണ്ട്. എന്നിട്ടും യാതൊരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇവിടെയാണ് ഡോക്ടർ മർഫി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പോക്കറ്റിലോ അക്കൗണ്ടിലോ 10 പൈസ പോലും ഇല്ലാത്ത സമയത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കി ഞാൻ സമ്പന്നനാണ്, ഞാൻ കോടീശ്വരനാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും നിങ്ങളുടെ ബോധ മനസ്സ് അതിനെ എതിർക്കും. മാത്രവുമല്ല, അത് നിങ്ങളെ നോക്കി പരിഹസിക്കും. വെറുതെ കള്ളം പറയാതിരിക്കൂ, നിന്റെ പോക്കറ്റ് കാലിയല്ലേ എന്ന് തിരിച്ചു ചോദിക്കും. അവിടെയാണ് നമ്മളുടെ ക്രിറ്റിക്കൽ മൈൻഡ് വർക്കാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും മാനസിക സംഘർഷമുണ്ടാവും. നിങ്ങൾ ഒന്ന് പറയുന്നു, മനസ്സ് മറ്റൊന്ന് ചിന്തിക്കുന്നു. ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഫലം വിപരീതമായിരിക്കും. നിങ്ങൾ ദാരിദ്ര്യം കൂടുകയേ ഉള്ളൂ.
അതുകൊണ്ട് മനസ്സിനെ പറ്റിക്കാൻ ശ്രമിക്കരുത്. പകരം എന്തു വേണം? മനസ്സിന് എതിർക്കാൻ പറ്റാത്ത സത്യങ്ങൾ പറയണം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 വാക്കുകളുടെ പ്രസക്തി. നിങ്ങളുടെ സാമ്പത്തിക വിധി മാറ്റി എഴുതാൻ സാധിക്കുന്ന ആ 2 വാക്കുകൾ മറ്റൊന്നുമല്ല, സമ്പത്ത്, വിജയം എന്നുള്ളതാണ്. അതെ, വെറും 2 വാക്കുകൾ. ഞാൻ പണക്കാരനാണ് എന്ന് വെറുതെ നുണ പറയുന്നതിന് പകരം ഈ 2 വാക്കുകൾ പറയുക. ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവ വിജയിക്കുന്നത് എന്നറിയാമോ? ഇതിൽ കള്ളമില്ല. മറിച്ച് സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു അവസ്ഥയാണ്, അത് വസ്തുതയാണ്, വെറും സങ്കല്പമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് നിങ്ങളോട് തർക്കിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പോക്കറ്റ് കാലിയായിരിക്കുമ്പോഴും ഞാൻ സമ്പന്നനാണ്, എനിക്ക് സമ്പത്തുണ്ട് എന്ന് നുണ പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് സമ്പത്ത്, വിജയം എന്ന വാക്കിനെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വാക്കുകൾ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അവിടെയാണ് ഇതിലെ മാജിക്ക് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബോധമനസ്സ് ഒരു കാവൽക്കാരനാണ്. യുക്തിയും ചിന്തയും സംശയങ്ങളും ചോദ്യങ്ങളും നിറഞ്ഞ കാവൽക്കാരൻ. അതുകൊണ്ട് തന്നെ ആ കാവൽക്കാരൻ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ കടത്തിവിടാൻ പ്രയാസമാണ്. എന്നാൽ ഈ കാവൽക്കാരൻ ഉറങ്ങുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നോ? നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ട് മുൻപുള്ള ആ 5-10 മിനിറ്റ്, അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങൾ, ഈ സമയത്ത് നിങ്ങളുടെ ബോധമനസ്സ് ഉറക്കത്തിലായിരിക്കും, ഉപബോധ മനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കുകയുമായിരിക്കും. ഈ സമയത്താണ് നിങ്ങൾ ഈ 2 വാക്കുകളായ വിത്തുകൾ വിതയ്ക്കേണ്ടത്. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. കിടക്കയിൽ സുഖമായി കിടക്കുക, ശരീരം മുഴുവൻ റിലാക്സ് ചെയ്യിക്കുക. എന്നിട്ട് ഉറക്കം വരുന്ന ആ ആലസ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു താരാട്ടുപാട്ട് പോലെ ആ 2 വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക മനസ്സിൽ. സമ്പത്ത്, വിജയം, സമ്പത്ത്, വിജയം എന്നിങ്ങനെ യാതൊരു സമ്മർദ്ദവും കൊടുക്കാതെ ഈ 2 വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് പോവുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ 2 വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ നേരിട്ട് ഇറങ്ങിച്ചെല്ലുകയും അത് തലച്ചോറിൽ സമ്പത്തിൻ്റെ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വാക്കുകൾ ഏറ്റെടുക്കുകയായി. എന്നിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി പണിയെടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളിലേക്ക് സമ്പത്തിനെ എത്തിക്കുന്നതിനുള്ള വഴികൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് വെറുമൊരു തിയറിയാണോ എന്ന് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ സംശയിച്ചേക്കാം. ഒരിക്കലുമല്ല. ഇതിന് ധാരാളം സാക്ഷ്യങ്ങളും തെളിവുകളുമുണ്ട്. അതിന് ഏറ്റവും വലിയ ഒരു തെളിവ്, സാക്ഷ്യം നിങ്ങളോട് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ്. വലിയ ഒരു ബിസിനസ് തകർച്ചയ്ക്ക് ശേഷം ഈ നിലയിൽ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ജീവനോടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ഈ തിയറിയാണ്. ഇത് വെറും വാക്കല്ല, ഇതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. ഈ വാക്കുകൾ ഇത്തരത്തിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ നിരന്തരം പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തി ഉണരുന്നതായി ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് സ്വയം ബോധ്യപ്പെട്ടു തുടങ്ങും. നമ്മളുടെ ഉള്ളിൽ അറിയാതെയെങ്കിലും ഒരു സമൃദ്ധിയുടെ അനുഭവം രൂപപ്പെടുന്നതായി നമ്മൾക്ക് അനുഭവപ്പെടും. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സ് സമ്പന്നമാകുമ്പോൾ സാഹചര്യങ്ങളും സമ്പന്നമായേ തീരൂ. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ പലരും ഈ വഴിയിൽ പരാജയപ്പെട്ടു പോവാറുണ്ട്. കാരണം എന്തെന്നറിയുമോ? ഒന്നുകിൽ ഇത് 1-2 ദിവസം ചെയ്തതിന് ശേഷം അവർ സ്വയം നിർത്തിപ്പോകും, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഒന്നുകിൽ അവരുടെ മനസ്സിൽ സമ്പന്നരോട് ഒരുതരം അസൂയ ഉണ്ടാവും. ആ അസൂയ അല്ലെങ്കിൽ സമ്പന്നനാവുന്നത് എന്തോ വലിയ തെറ്റാണ് എന്ന ജീവിതയാത്രയിൽ എവിടെയോ കിട്ടിയ തെറ്റായ ധാരണയുമായിരിക്കും ആ ബ്ലോക്ക്. ഈ 2 കാരണങ്ങളും നിങ്ങളിലേക്ക് പണം എത്തിച്ചേരുന്നതിന് തടസ്സമായി, ബ്ലോക്കായി നിന്നേക്കാം. അത്തരത്തിലുള്ളവർ പണക്കാരെ നോക്കി നെടുവീർപ്പെടുന്നു. അവനു മാത്രം ഇത്രയധികം പണം എങ്ങനെ ലഭിക്കുന്നു? അവൻ കള്ളത്തരത്തിലൂടെ ആയിരിക്കും പണം സമ്പാദിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ കരുതി പറഞ്ഞ് സ്വയം സമാധാനിക്കും. ഈ ഒറ്റ
ചിന്ത മതി എല്ലാ പ്രാർത്ഥനകളും വിഫലമായി പോവാൻ. അതും മാത്രമല്ല, പണം ചെകുത്താനാണ്, പണക്കാരൊക്കെ അഹങ്കാരികളാണ്, ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം എന്നിങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം മതി നിങ്ങൾ രക്ഷപ്പെടാതിരിക്കാൻ. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ വിമർശിക്കുന്ന ഒന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താൽ ആ സുഹൃത്ത് നിങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുമോ? അതുപോലെ തന്നെയാണ് ഇതും. പണവും ഒരു എനർജിയാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പണമുള്ളവരെ എതിർക്കുകയും കുറ്റം പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പണത്തെ വെറുക്കും, അതിനെ ഒരു ശത്രുവായി കാണും. എൻ്റെ യജമാനന് പണത്തെ ഇഷ്ടമല്ല, പണം ചീത്തയാണ്, അതുകൊണ്ട് പണത്തെ എൻ്റെ യജമാനിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് ഉപബോധ മനസ്സ് സ്വയം തീരുമാനമെടുക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം ശീലിക്കുക. ആരെങ്കിലും പണക്കാരായി ജീവിക്കുന്നത് കാണുമ്പോൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സന്തോഷിക്കുക, അവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, അഭിനന്ദിക്കുക, അവരെ അനുഗ്രഹിക്കുക. അയാൾ ഇനിയും കൂടുതൽ പണം സമ്പാദിക്കട്ടെ എന്ന് ആശംസിക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തം ഉപബോധ മനസ്സിനോടാണ് പറയുന്നത്, പണം നല്ലതാണ്, പണം എനിക്ക് ഇഷ്ടമാണ് എന്ന്. ഇത് കേട്ടാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെയും സമ്പന്നരാക്കും തീർച്ച. അപ്പോൾ ഈ വീഡിയോ കേട്ട് നിങ്ങൾ ഇതിലെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ തലവര മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിർബന്ധമായും നിങ്ങൾക്കുണ്ടാവുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവുകൾ ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.